ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഇത് ആത്മജ്യോതി എന്നുള്ള ചാനലാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ പരമമായ ആത്യന്തികമായ ലക്ഷ്യമായി നമ്മളുടെ സ്വരൂപത്തെ ദർശനം അല്ലെങ്കിൽ സ്വരൂപത്തിലിരിക്കുക എന്നുള്ളതാണ്. യോഗാരൂഢനാവുക എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ ലഭിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മളുടെ എല്ലാ പ്രയത്നങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതിനായിട്ട് നമുക്ക് സത്സംഗങ്ങൾ വേണം. അതിൽ ഭാഗവത പുരാണത്തിൻ്റെ ശ്രവണവും പാരായണവുമൊക്കെ ഏറ്റവും നല്ലതാണ്. അതിലേക്കായിട്ട് നമ്മൾ ഭാഗവത തത്വത്തിലുള്ള ഭാഗവത ഗ്രന്ഥത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരിക്കലും കേട്ടാൽ മതിവരാത്ത കഥകളെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഭാഗവത മാഹാത്മ്യത്തിൽ നമ്മൾ ഭക്തിദേവിയുടെ കഥ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അടുത്ത കഥയായ ഗോകർണ ഉപാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം. മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായമാണത്. അപ്പം സനക നാരദ സംവാദമാണ് ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞു, ഭാഗവത കഥ എല്ലായ്പ്പോഴും സേവിക്കപ്പെടണം. അതിൻ്റെ ശ്രവണഫലമായിട്ട് ഭഗവാൻ വിഷ്ണു ഹൃദയത്തിൽ വന്ന് എപ്പോഴും അധിവസിക്കും എന്ന് പറഞ്ഞു. ഇതിൽ പറയുകയാണ്, ശ്രീശുക പരീക്ഷിത് സംവാദ രൂപത്തിലുള്ള ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രന്ഥോ 18 സാഹസ്രോ 12 സ്കന്ധ സംഹിത പരീക്ഷിത് ശുക സംവാദ ശൃണു ഭാഗവതം ച തത്ത്. ഇതിൻ്റെ ശ്രവണം കൊണ്ട് മർത്യൻ സംസാര ചക്രത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്ന ദുരവസ്ഥയിൽ നിന്ന് മുക്തനായിത്തീരുന്നു എന്ന് പറയണം. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ മറ്റു പുരാണങ്ങളൊക്കെ എന്തിനാണ്? അവയെല്ലാം കൂടി പഠിക്കാൻ തുനിഞ്ഞാൽ ബുദ്ധിയാകെ ഭ്രമിച്ചു പോകും. അതുകൊണ്ട് മോക്ഷത്തെ മുക്തിം ദദാതീതി മുകുന്ദനാണ്. മുക്തിയെ പ്രദാനം ചെയ്യുന്നതാണ് മുകുന്ദൻ. ദാനം ചെയ്യുമെന്ന് ഗർജിക്കുന്ന ഭാഗവതം എന്നുള്ള ഒരേ ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നു. ഇനിയും തീർന്നോ ഗുണങ്ങൾ? ഇല്ല, തീർന്നിട്ടില്ല. യാതൊരു ഗൃഹത്തിലാണോ വീട്ടുകളിലാണോ ഭാഗവതം നിത്യം പാരായണം ചെയ്യുന്നത്, ആ വീട് ആ ഗൃഹം സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കുന്ന തീർത്ഥത്തിന് തുല്യമാണ്. നമ്മുടെ തീർത്ഥങ്ങൾ എന്താണ്? നമ്മുടെ പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പോയി സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണ് തീർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഗൃഹത്തിൽ അധിവസിക്കുന്നവരുടെ സർവ്വപാപങ്ങളും നശിച്ചു പോകുന്നു. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. പിന്നെയോ 1000 അശ്വമേധം 100 വാജപേയം മുതലായവ നടത്തിയാൽ ലഭിക്കുന്ന പുണ്യം ഭാഗവത പാരായണത്തിൻ്റെ 16 വരികയില്ലെന്ന്. ഈ ഭാഗവതം കേൾക്കുന്നത് വരെ മാത്രമേ മനുജരിൽ പാപങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ ശ്രവണത്തോടുകൂടി, അതായത് വെറുതെ നമ്മൾ കേട്ട് കളയുകയല്ല, മനസ്സവിടെ ഉണ്ടാവണം, നമ്മളിലൂടെ അത് ശരിക്കും കടന്നു പോകണം. ആ ശ്രവണത്തോടുകൂടി സർവ്വപാപങ്ങളും നശിച്ചു പോകുന്നു. ഇനി മറ്റ് തീർത്ഥങ്ങളുണ്ടല്ലോ, ഗംഗ, ഗയ, പുഷ്കരം, കാശി, പ്രയാഗ തുടങ്ങിയവയ്ക്കൊന്നും ഭാഗവതത്തോളം മാഹാത്മ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഭാഗവത പുരാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ മേന്മകളാണ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ഈ പുരാണത്തിലെ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ശ്ലോകപാദമോ എങ്കിലും നിത്യവും വായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താ പറയണേ? യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥദോ അനിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയഃ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ജയഃ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോഹോ. ഇത് അർത്ഥം മനസ്സിലാക്കി നിത്യവും പാരായണം ചെയ്താൽ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൂടി നശിച്ചു പോകും എന്നതിന് യാതൊരു സംശയമില്ല. പിന്നെയോ നിത്യവും ഭാഗവത്തിലെ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ശ്ലോകപാദമോ എങ്കിലും മുടങ്ങാതെ പാരായണം ചെയ്യുന്നവർ
രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തുന്നതിൻ്റെ ആ പുണ്യം, അതിന് തുല്യമായ പുണ്യത്തെ കിട്ടും എന്ന് പറയുന്നു. നിത്യവും ഭാഗവതം പാരായണം ചെയ്യുന്നതും വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുന്നതും തുളസി ചെടി വളർത്തുന്നതും ഗോക്കളെ സംരക്ഷിക്കുക ഇവയെല്ലാം തുല്യഫലത്തെ നൽകുന്നതാണ്. അന്ത്യകാലത്തിലെങ്കിലും ഈ ശുഖശാസ്ത്രത്തെ കേൾക്കുവാൻ കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവരിൽ പ്രീതനായി തീരുന്നു. ആ പുണ്യാത്മാവ് എവിടെയെത്തും? വൈകുണ്ഠത്തിലെത്തും. നമ്മൾക്ക് ഇതിനകത്ത് പുരാണങ്ങളിലെല്ലാം തന്നെ നമ്മൾക്കൊരു സാധാരണ മനുഷ്യർക്ക് നമ്മൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു സ്ഥൂല രൂപത്തിലാക്കിയിട്ടാണ് പറഞ്ഞു തരിക. നമ്മൾ അതിൻ്റെ സൂക്ഷ്മവശം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആ ശാന്തി ഉണ്ടാവും, സർവശാന്തി. ഭഗവാനിൽ എപ്പോഴും ഇരിക്കുക, അല്ലെങ്കിൽ ആ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, ശാന്തിയാണ്. അപ്പോൾ അവിടെ അതാണ് വൈകുണ്ഠ തുല്യമായിട്ട് ഇരിക്കാൻ കഴിയുക എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് തുറന്നോടുമ്പോൾ നമ്മൾ ഈ ജഗത്തിലാണ് ഇരിക്കുക. അപ്പോൾ ഇതും കൂടി നമ്മൾ സ്ഥൂല സൂക്ഷ്മ അർത്ഥങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പിന്നെ ഭാഗവത ഗ്രന്ഥത്തെ സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ച് വിഷ്ണു ഭക്തന് നൽകിയാൽ അത് കൃഷ്ണ സായുജ്യത്തെ നൽകും. പിന്നെ ഭാഗവതം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർ ജീവച്ഛവമാണെന്ന് പറയുന്നു. ജീവച്ഛവോ നിഗദിത സതുപാപകർമ്മം ഏന ശ്രുതം ശുഖകഥാവചനം ന കിഞ്ചിത്. അപ്പോൾ അവൻ ഭൂമിക്ക് ഭാരമാത്രമായിട്ട് ജീവിക്കുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് കലിയുഗത്തിൽ ഭാഗവത കഥ ശ്രവിക്കുന്നതിനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു. കോടി ജന്മങ്ങളായി ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവത ശ്രവണം സാധ്യമായി തീരുള്ളൂ. കോടി ജന്മസമുത്ഥേന പുണ്യേനൈവ തു ലഭ്യതേ തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നത. യോഗനിധേ, അതുകൊണ്ട് ഭാഗവതത്തെ പ്രയത്നിച്ചാണെങ്കിലും ശ്രവിക്കണം. ഭാഗവതം ശ്രവിക്കുന്നതിന് ഇന്ന ദിവസം തുടങ്ങിയ നിയമങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് വേണം? നമുക്ക് നിത്യജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം, ബ്രഹ്മചര്യം, ദയ, ശൗചം, ഇതൊക്കെ അത്യാവശ്യം വേണം. ദീക്ഷകൾ വേണം എന്നാണ് അഭിജ്ഞന്മാരുടെ അഭിപ്രായം. കലിയുഗത്തിൽ ഈ നിബന്ധനകൾ നടപ്പിലാക്കാൻ, ബ്രഹ്മചര്യം, സത്യവ്രതം ഇതൊക്കെ നടപ്പിലാക്കാൻ പ്രയാസമാണ്. മനോവൃത്തികളെയൊക്കെ ജയിക്കണം, നിയമങ്ങളെ ആചരിക്കണം, വൈഷ്ണവർക്കൊപ്പം വ്രതദീക്ഷ എടുക്കുക, ഇത് എപ്പോഴും സാധ്യമല്ലെന്നറിയാവുന്നത് കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി എന്ത് പറഞ്ഞു? സപ്താഹ ശ്രവണം എന്ന് പറഞ്ഞു. ശ്രാവണമാസം, അതിന് ചിങ്ങമാസം എന്നൊരർത്ഥമുണ്ട്. മാഘമാസം, കുംഭമാസത്തിൽ നിത്യവും ശ്രദ്ധയോടുകൂടി പുരാണം ശ്രവിക്കണം. അതുകൊണ്ടുള്ള ഫലം സപ്താഹ ശ്രവണം കൊണ്ട് സിദ്ധിക്കുന്നതായി ശ്രീശുകൻ പറഞ്ഞിരിക്കുന്നു. തപസ്, യോഗം, സമാധി മുതലായവ കൊണ്ട് ഫലം സിദ്ധിക്കാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷേ സപ്താഹ ശ്രവണം കൊണ്ട് ഫലം അനായാസമായിട്ട് വന്നു ചേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യോഗം, ധ്യാനം, ജ്ഞാനം മുതലായവയുടെ ഫലത്തേക്കാൾ ഉപരിയാണ് സപ്താഹത്തിൻ്റെ ശ്രവണഫലമെന്ന് സപ്താഹം ഗർജിക്കുന്നു. എന്തിനേറെ താനാണ് സർവോപരി ശ്രേഷ്ഠമെന്ന് സപ്താഹം വീണ്ടും വീണ്ടും ഗർജിക്കുന്നു. എന്താണ് ഭാഗവത പുരാണത്തിൽ വ്യാസമഹർഷി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? യോഗാത് ഗർജതി സപ്താഹോ ധ്യാനാത് ജ്ഞാനാച്ച ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ രേ രേ ഗർജതി ഗർജതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭാഗവത മാഹാത്മ്യത്തെ പറ്റിയിട്ട് പറയുകയാണ്. നമ്മൾ പറഞ്ഞു ആ ഒരു ഭഗവത് തത്വം തന്നെ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഉദ്ധവരോട് പറഞ്ഞതാണ്. ആ ഭാഗവത ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ തേജസ് ലയിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നതെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ കണ്ടു. ഭക്തിദേവി പൂർണ്ണ രൂപം പ്രാപിക്കുന്നതും ജ്ഞാനവൈരാഗ്യങ്ങൾ യൗവനത്തെ പ്രാപിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഈ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ. അപ്പം നമ്മളും അത് മനസ്സിലാക്കണം. നമ്മളിൽ ഭക്തി വേണം. ഇനി ജ്ഞാനവും വൈരാഗ്യവും എല്ലാം വന്നാലും നമുക്കെപ്പോഴും ആ ഒരു സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ഭക്തി വേണം. നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിയെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വസ്വരൂപാനുസന്ധാനം ഭക്തി. അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ ചെറിയ ഞാനിനെ, ജീവനെന്ന ഞാനിനെ, ഫൈനൈറ്റായിട്ടുള്ള ഞാനിനെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സാധിക്കട്ടെ എന്ന് പറയുകയാണ്. സനകാദി മുനീന്ദ്രന്മാർ നാരദ മുനിയോട് കുറച്ചുകൂടി പറഞ്ഞു. വിഷ്ണു ഭക്തന്മാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിർധനരാണെങ്കിൽ കൂടി അവർ ധന്യരാണ്. ആരുടെ ഹൃദയത്തിലാണോ ഭക്തി അധിവസിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ വിഷ്ണു ഭഗവാൻ പ്രവേശിക്കും. ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞ് ഭക്തിയാകുന്ന സൂത്രത്താൽ ബന്ധിതനായി ഭക്തഹൃദയങ്ങളിൽ അധിവസിക്കുന്നു.
അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഭാഗവതത്തെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ അധ്യായം 3-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഭക്തി കഷ്ട നിവർത്തനം നാമ 3-യോധ്യായ. ഹരി ഓം.